രാജ്യവ്യാപകമായി നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇടത് തൊഴിലാളി സംഘടനകൾ ഒറ്റപ്പാലത്ത് പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം APM റഷീദ് ഉദ്ഘാടനം ചെയ്തു. 17ഓളം മുദ്രാവാക്യമുയർത്തി BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച ദേശീയ പണിമുടക്കിൽ ഒറ്റപ്പാലം നഗരം നിശ്ചലമായി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടത് തൊഴിലാളി സംഘടനകൾ ഒറ്റപ്പാലത്ത് പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി KV സന്തോഷ് സ്വാഗതം പറഞ്ഞു. അതേപോലെ തന്നെ പുതിയ നിയമനമില്ല. ആ അവസ്ഥയിലേക്ക് ഇന്ന് ഇന്ത്യയെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം BJPക്കാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നമുക്ക് നന്നായിട്ടറിയാം. CITU പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം KR വിജയൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം CITU ഡിവിഷൻ ഭാരവാഹി APM റഷീദ് ഉദ്ഘാടനം ചെയ്തു. CPIM ഒറ്റപ്പാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MIA റസാഖ്, CPI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി P വിജയൻ, AITUC മണ്ഡലം സെക്രട്ടറി V സെയ്തു എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. ഇന്ത്യയിലാകമാനം പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പുതിയ പണിമുടക്കിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഇവിടെ അവതരിപ്പിക്കേണ്ടത്. ഈ പൊതുപണിമുടക്ക് ജീവിതം തന്നെ വളരെ ദുർഘടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പൊതുപണിമുടക്ക് പ്രഖ്യാപിക്കപ്പെട്ടത്. ഏതാണ്ട് 26 ഇന്നേയും ഈ പൊതുപണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണം വരാൻ പോവുകയാണ്. ഓണത്തിന് പാവങ്ങൾക്ക് കിറ്റുകളും അതുപോലെയുള്ള സൗജന്യ റേഷനും മറ്റെല്ലാം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നമ്മുടെ ഭക്ഷ്യമന്ത്രി നേരിട്ട് പോയി കേന്ദ്ര ഭക്ഷ്യമന്ത്രിയോട് ഓണത്തിന് അധികരണം എന്നാവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ സമ്പന്ന രാഷ്ട്രമാണ്, നിങ്ങൾക്ക് യാതൊരു വിധത്തിലും യാതൊരു ബുദ്ധിമുട്ടും ഇന്ത്യ രാജ്യത്ത് കേരളത്തിലില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് റേഷൻ അരി അനുവദിക്കാൻ തയ്യാറല്ല എന്ന ധിക്കാര നടപടിയാണ് കേന്ദ്ര സർക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെയുള്ള തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരായിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പണിമുടക്കുന്നത്. ഈ പണിമുടക്ക് സമരം നമ്മൾ ഹർത്താലായിട്ട് ആചരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഹർത്താൽ എന്ന് പറഞ്ഞാൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കടകമ്പോളങ്ങളും അടച്ചുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തോട് കാണിക്കുന്ന അതിക്രൂരമായ സമീപനത്തിന് തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി ഈ പ്രക്ഷോഭ സമരത്തിൽ അണിചേരാൻ തയ്യാറാവുകയും നമ്മളിന്ന് ഉച്ചവരെയും ഇവിടെ നടത്തുന്ന ഈ പ്രതിഷേധത്തിൽ മുഴുവൻ ആളുകളും ഈ സമരം കഴിയുന്ന സമയം വരെയും ഇവിടെ ഉണ്ടാവണം.